കടയിൽ വെച്ച് ഉടുത്തു നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നിയ സാരി വീട്ടിൽ പോയപ്പോൾ അത്ര ലുക്കില്ലാന്ന് തോന്നിയിട്ടുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളെപ്പോലെയുള്ള എല്ലാ ലേഡീസും കടയിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ട കളറും ഡിസൈനും മാത്രം നോക്കിയിട്ടാണ് സാരി വാങ്ങുന്നത്. എന്നാൽ നല്ലൊരു സാരി നിങ്ങളെ മനോഹരമാക്കുന്നത് 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തെരേസ ഡിസൈനേഴ്സ്. കല്യാണത്തിനാണോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിനാണോ നിങ്ങൾ നെക്സ്റ്റ് ഒരു സാരി പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നല്ല കൃത്യമായിട്ട് എങ്ങനെ വെഡ്ഡിങ്ങിനും എൻഗേജ്മെൻറ്റിനുള്ള സാരീസ് പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഈ സാരി ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. ഈ സാരി പ്രത്യേകിച്ച് നമ്മളൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങൊക്കെയാണ് യൂസ് ചെയ്യല്. അപ്പോൾ ഇതേപോലെയുള്ള സാരീസ് എല്ലാം നമ്മളൊരു നോർമൽ വെയർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളർ ചൂസ് ചെയ്യാതെ ഏത് ഒക്കേഷനാണ് എന്നനുസരിച്ചിട്ട് സാരീസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സെക്കൻഡ് വൺ, ഡിസൈനേക്കാൾ ഇമ്പോർട്ടൻസ് ഫാബ്രിക്കിലാണ്. മിക്ക കസ്റ്റമേഴ്സും സാരീസ് പർച്ചേസ് ചെയ്യുന്നത് ഡിസൈൻ വെച്ചിട്ടാണ്. അവർക്കിഷ്ടമുള്ള ഡിസൈൻസ് നോക്കിയിട്ടാണ് ഓരോ സാരീസും അവരെ സെലക്ട് ആക്കുന്നത്. എന്നാൽ നമ്മളെപ്പോഴും സാരി സെലക്ട് ആക്കുമ്പോൾ ഫാബ്രിക് ഏതാണെന്നുള്ളത് ചിന്തിക്കണം. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടൊരു വെയർ ആണ് ആവശ്യമെങ്കിൽ കോട്ടൺ സാരീസ് ആയിരിക്കും എപ്പോഴും പ്രിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഗൻസി ആയിരിക്കും ഏറ്റവും അനുയോജ്യം. ഇനി ഒരു വെഡ്ഡിങ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെവി ഫീൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബനാറസി ആയിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. ജോർജറ്റ് ആണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഡിസൈനെക്കുറിച്ച് ചിന്തിക്കാതെ ഫാബ്രിക് ഏതാണെന്നുള്ളത് ചിന്തിച്ചോളാം. തേർഡ് വൺ, കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി ചൂസ് ചെയ്യുക. മറ്റൊരാൾക്ക് ഭയങ്കര കംഫർട്ടബിളായി തോന്നിയ സാരി നിങ്ങൾക്ക് ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ എപ്പോഴും സാരി വാങ്ങുമ്പോൾ സ്വയം ചോദിക്കുക, ഈ ഒരു സാരി എനിക്കൊരു 5 to 6 hours കണ്ടിന്യൂസ്ലി വെയർ ചെയ്യാൻ പറ്റുമോ? ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമോ? ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ എപ്പോഴും ഒരു സാരി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഫോർത്ത് വൺ, ബ്ലൗസ് ലുക്ക്. പലരും സാരിക്ക് ഫുൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ കാര്യം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ടോട്ടൽ ലുക്കിൽ 50% ബ്ലൗസിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സാരി ചൂസ് ചെയ്യുമ്പോഴും ബ്ലൗസിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബ്ലൗസിന് സാധാ സാരിയെ പോലും ഒരു പ്രീമിയം ലുക്കിലേക്ക് ആക്കാൻ പറ്റും. ഫിഫ്ത്ത് വൺ, ഒരു തവണത്തെ യൂസിന് മാത്രമായി സാരികൾ വാങ്ങാതിരിക്കുക. നിങ്ങൾ എപ്പോഴും സാരി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്കിത് ഭാവിയിൽ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു ലുക്കിലേക്ക് ആ സാരിയെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. ഡ്രേപ്പിംഗ് സ്റ്റൈൽ മാറ്റിയോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ പാറ്റേൺസ് മാറ്റിയോ ആക്സസറീസിൻ്റെ ഡിഫറൻസ് കൊടുത്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരു സാരി തന്നെ ഡിഫറെൻറ്റ് ലുക്കിലേക്ക് ഡിഫറെൻറ്റ് ഒക്കേഷൻസിലേക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. 6 വൺ, ക്വാളിറ്റി. ഒരു സാരി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. വീവിങ്സിൻ്റെ പാറ്റേൺസും അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ആ ഒരു ഫീലും അതുപോലെ തന്നെ എംബ്രോയിഡറിയുടെ ഫിനിഷിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾ ഒരു സാരി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. 7th വൺ, പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ കസ്റ്റം മെയ്ഡ് ഡിസൈൻസ്. ഓരോ ഡ്രസ്സുകളിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഡ്രസ്സുകളെ കൂടുതൽ മെമ്മറബിൾ ആക്കാനായിട്ട് നമുക്ക് പറ്റും. എംബ്രോയിഡറി, കസ്റ്റം ബ്ലൗസുകൾ, ഡൈയിങ് പ്രോസസ്സ് വഴി നിങ്ങൾക്ക് ഓരോ ഡ്രസ്സിനെയും പ്രിയപ്പെട്ടതാക്കി മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മോർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഷോപ്പിങ്ങിനും കസ്റ്റമൈസേഷനായിട്ട് തെരേസയെ കോൺടാക്ട് ചെയ്തോളാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.